തങ്കം 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 എന്താടാ രാവിലെ കിടന്ന് വിളിച്ച് കൂണത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ച് കൂണത് കേട്ടോ. നീ എൻ്റെ അടുത്ത് കുതിര കയറാൻ വരരുതേ. കുതിര കയറാൻ പറഞ്ഞല്ലോ, അവളകത്തോല്ലേ കാണും ഇവിടെ കിടന്ന് വിളിച്ച് കൂണതെന്ന് ചോദിച്ചത്. ഇടേ ഞാനിപ്പോൾ വിളിച്ച് കൂവുന്നത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന്. ഞാൻ വിളിക്കുന്നത് എൻ്റെ ഭാര്യയെ. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാവുകൊണ്ട്. നിനക്ക് എന്താണ് അതിൽ ബുദ്ധിമുട്ട്? ആവശ്യമില്ലാതെ രാവിലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതേ അമ്പിളിക്കുട്ടാ. എന്താ എൻ്റെ അമ്പിളിച്ചേട്ടാ, എന്താ രാവിലെ തന്നെ പ്രശ്നം? ഞാൻ അപ്പളേ പറഞ്ഞ ഇങ്ങോട്ട് മാറണ്ടാന്ന്. ഒന്നുമില്ല തങ്കോ തങ്കോ ഏത് നേരം ബഹളം. എന്താ അതെ കെട്ടിയാനെ വിളിച്ചകത്തുണ്ടോ? എന്തിനാണ് നേരം എടുത്ത് എണീറ്റും അടുത്തുള്ളവന്റെ വീട്ടിലെ കാര്യം ഇവിടെ ഇരിക്കുന്നത്? എന്റെ വീട്ടിലല്ലേ? അതാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്റെ ഭാര്യ തങ്കത്തിൽ വിളിക്കണം. അവൻ എന്തിനാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞ കാര്യം? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി വിളിച്ചിട്ടല്ലേ? ആഹാ, അയ്യോ ഞാനൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ കണ്ണടച്ചിട്ട് തങ്കം തങ്കം ഇങ്ങനെ വിളിക്കാം. എടാ നീ ഇവിടെ കിടന്ന് വിളിച്ച് കൂടോണ്ട് പറഞ്ഞു. അവളെ അകത്തോലും കാണും, വല്ല ജോലിയും ചെയ്തോണ്ട് ഇപ്പൊ അകത്ത് പോയി നോക്ക് പോ. എന്റെ അളിയാ, നീ വല്ലാത്ത ചതിയാണ് എന്നോട് ചെയ്തത്. കുറെ ജന്തുക്കളെ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും വയ്യ, തിരിയാനും. തങ്കം നീ അളിയാന്ന് വിളിച്ചാരെ? കനകനല്ലേടേ? ജന്തുക്കളെന്ന് പറയുന്നത് നമ്മളെയാണോ? ആണല്ലോ. എടാ പിന്നെ നിന്നെയൊക്കെ ഇതിലും ഭേദം എങ്ങനെ ഞാൻ എന്ത് ഇത് വാക്ക് പറഞ്ഞ് വിളിക്കും നിന്നെ? കഷ്ടം, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല. തങ്കം ഈ തങ്കം തങ്കം ആ ഡേ ദോ പറഞ്ഞു നിന്റെ കാണാ തങ്കം. ഓ നോക്ക്, ഇവിടെ കിടന്ന് വിളിച്ചു പോവാ. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അയ്യോ എൻ്റെ തങ്കം, നീ എവിടെ പോയിരുന്നത്? രാവിലെ മുതൽ കഴിച്ചവ എൻ്റെ മേലിൽ കുതിര കയറാൻ തുടങ്ങിയതാണ്. എന്റെ മേലെ കുതിരയല്ലടാ, നിന്റെ മേലെ JCB ടിപ്പറാ കാരണം. ഇങ്ങോട്ട് നോക്ക്. മയിലേടാ, നീ എവിടെയാണ് രാവിലെ ഈ വാതിലും തുറന്നിട്ട് പോണ തങ്കം? എന്താ പ്രശ്നം? ഉണ്ടോ അതിന് അവനോട് പറഞ്ഞതാണ് വീട്ടിലിരുന്ന് ജോലി എന്തെങ്കിലും അവിടെ നോക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് കിടന്ന് തങ്കവും 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 എന്ന് വിളിച്ച് ബാക്കിയുള്ളവർ കുടുംബ സ്വകാര്യതകളിലേക്ക് നീ കയറി ഇടപെടണ്ട കേട്ടാ. നിന്റെ കുടുംബ സ്വകാര്യ ഞങ്ങളെ ഭാര്യയും ഭർത്താവും പലതും പറയൂടാ. വിളിക്ക, നീ നിന്റെ ഭാര്യ വിളിച്ചത് പോടാ. നീ എന്ത് വേണോ വിളി, അകത്തോണ്ട് പറ പോടാ. നിങ്ങളെ കൂടെ വലിയ പാടായിട്ടുണ്ടല്ലോ എനിക്ക്. വേറെ ഒരു പണിയില്ല, രാവിലെ എങ്ങ് ഇറങ്ങുകയാണ്. അടുത്ത വീട്ടിലുണ്ടോ വീട്ടിലുള്ള ഞാൻ ചോദിച്ചോട്ടെ, നീ ഇതെവിടെ പോയതാ? ഞാൻ ഈ മുരിങ്ങല പഠിക്കാൻ പോയത് അതിന്റെ ഇടയ്ക്ക് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പോക്കൂടെ? ഈ പറമ്പിലോട്ട് പോണേന് ഞാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ഏത് പറമ്പിലായാലും ഞാൻ നിന്നെ വിളി കേട്ടില്ലേ? ഞാൻ എന്താ വിചാരിക്കണം? പിന്നെ ഇത് വലിയ പാടായിട്ട് അത് അന്വേഷിച്ചപ്പോ അവൻ രാവിലെ എന്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ദിവസം ഇവർ ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തല്ലുപിടിക്കാത്തതുണ്ടോ അവരുമായിട്ട്? അതിന്റെ കാരണക്കാരാടി? ആരാടി? നിന്റെ ആങ്ങളാ കനകൻ. ഇനി അതിനും അവനെ പറഞ്ഞോ? അവൻ തന്നെ. ഞാൻ എത്രയോ നല്ല ആൾക്കാരോടെ കൊണ്ടുവന്നാണ് വാടകയ്ക്ക്, നല്ല വാടകയും കിട്ടിയനെ. അപ്പൊ അത് സമ്മതിക്കാതെ എന്തിനാണ് ഇവന് കൊടുത്തത്? കാരണം ഇവിടെ നടക്കണ വിവരങ്ങൾ എന്താണെന്ന് അവന് സമയാസമയം അറിയണമല്ലോ. ന്യൂസ് ഏജന്റ്. അതിൽ തന്നെയാണ് അവൻ ഇവിടെ താമസിപ്പിച്ചത്. ശരിയാണ്. എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ. എന്താണ് അവന് എന്താ ഇവിടെ അവന് പേടിയുണ്ടാവും? നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഇവിടെ താമസിപ്പിക്കാനേ നല്ല പേടിയുണ്ടാവും. നീ താമസിക്കുന്നത് ഒരു കൊടും തീവ്രവാദിയുടെ കൂടെ അല്ലേ? കൂടെയാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും. എടി, ആ അലവലാതി ആൾക്കാരോട് പറഞ്ഞു നടക്കണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ജീവിക്കുന്നത് നിന്റെ ചെലവിലാണെന്ന്. ക്ലീറ്റോ, 1000 കുടത്തിന്റെ വായ മൂടിക്കെട്ടാം, ഒരു മനുഷ്യന്റെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ? ക്ലീറ്റോന് ചെലവിന് തരുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല, പിന്നെന്താ നാട്ടുകാർക്ക് കുഴപ്പം? അതാണ് എനിക്ക് അറിയാനുള്ളത്. നിനക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഈ നാട്ടുകാർക്ക് എന്താണ് ഇത്ര കുഴപ്പം? അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. എന്നാലും എനിക്കിത് കേൾക്കുമ്പോണ്ടല്ലോ ഒരുമാതിരി. ക്ലീറ്റോ, അതെന്താണെന്നറിയാമോ? ക്ലീറ്റോ വന്നേ. അതെന്താന്ന് വെച്ചാൽ ക്ലീറ്റോ ഒരു പ്രമുഖനാണല്ലോ. അത് ക്ലീറ്റോ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രമുഖന്മാർക്കൊക്കെയുള്ള പ്രശ്നമാണ്. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം കണ്ടുപിടിക്കാനേ ആൾക്കാർ നടക്കുള്ളൂ. ഒരു പ്രമുഖനായി പോയതാ പ്രശ്നം. രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഉള്ള ഒരു പ്രശ്നം അതാണ്. ഇച്ചിരി വലിയ ആളായി പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പിറകെ എടുത്തും കാണും. നമ്മുടെ ചലനങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്കണമല്ലോ നമുക്കെതിരെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാല്, തൽക്കാലത്തേക്ക് ഈ ചീത്തപ്പേര് മാറണ വരെ ഈ പ്രമുഖനാവാതിരിക്കാൻ പറ്റുമോ? നമുക്ക് തൽക്കാലം ഈ രാഷ്ട്രീയമൊക്കെ ഒന്ന് വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണ്ട, അത് പറ്റില്ല. എന്നാലും തൽക്കാലത്തേക്ക് ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലാൽ ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ മിണ്ടിയാണ്ടല്ലോ തങ്ക, എന്റെ സ്വഭാവം മാറും കേട്ടോ. എടി, യേശുദാസിനോട് പാട്ട് നിർത്താൻ പറഞ്ഞാൽ അങ്ങനെ നിർത്തുവോ? അതുപോലെയാണ് നീ ഇപ്പൊ എന്നോട് പറയണത്. ഇനി ഇങ്ങനത്തെ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. വന്നോ? എന്ത് പറ്റി ആകെ സ്ലോ മോഷൻ? പാണ്ടി ലോറി കയറിയ തവളയുടെ മുഖം പോലെ ഉണ്ടല്ലോ. നടി കിട്ടി. ടീച്ചർ വഴക്ക് പറഞ്ഞ ആരെങ്കിലും കളിയാക്കിയാ?
നിന്റെ വട്ടം വരെല്ലാം വിളിച്ചായിരുന്നു. തക്കളി ഡി. എന്താ വയറുവേദന എടുക്കണ്ടോ? പിന്നെന്താ? ആൻസി ചേച്ചിയില്ലേ, ആൻസി ചേച്ചി ഉണ്ണിച്ചേട്ടന് സ്കൂളിൽ നിന്ന് പോണം. സീരിയൽ കാണാൻ കൊച്ചിനെ ഇരുത്തല്ലെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. കണ്ട സീരിയലും കണ്ട അതിന്റെ കഥയും പറഞ്ഞ്. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരില്ലേ, ഏത് അന്ന് ടൂർ പോയപ്പോ നമ്മൾ വിട്ടത് അവരുടെ കൂടെയാ. ഓ ആ എന്തിന് അവര് പിന്നെ സ്കൂള് മാറണമെങ്കിൽ അവർക്ക് മാറണ്ടേ, അവരുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. അല്ല അമ്മ, TC കൊടുക്കണം സ്കൂളിൽ. TC കൊടുക്കണോ? നിനക്കെന്താണ് അവരെ കൂടെ പോയി പഠിക്കണോ ആ സ്കൂളിൽ? അല്ല പിന്നെ TC എടുത്ത് വിടണം അവരെ. എന്തിനാ TC കൊടുത്തു വിടണേ? അവര് ചോദിച്ചിട്ടായിരിക്കും മാറണമെന്ന് പറഞ്ഞിട്ട്. അല്ല പിന്നെ എന്താ പറ? നമ്മുടെ സ്കൂളിന് 10ന് 100% വിജയം കയറണം. അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ എന്താ 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 മനസ്സിലായില്ല. കരയാതെ കാര്യം പറഞ്ഞ 10ാം ക്ലാസ്സിന് 100% എല്ലാവർക്കും വിജയിക്കണം. അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കാത്തവരെയൊക്കെ TC വാങ്ങിച്ചു വിടണം. അതേ ഒരു മാനേജ്മെന്റ് സ്കൂളുകളിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് പഠിത്തത്തിൽ ഇച്ചിരി മോശമായ പിള്ളേരെ അതൊക്കെ തോപ്പിക്കുക, അല്ലെങ്കിൽ TC എടുത്ത് വിടുക. കാരണം അടുത്ത 10ൽ 100% വിജയം നേടണമല്ലോ അവർക്ക്. സ്കൂളിന്റെ മറ്റേ ഗമ നിലനിർത്തണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് മോൻ കേട്ട കുഴപ്പമായിരിക്കും. അതെ അതെ അതെ. അല്ല, അമ്പിളിക്കുട്ടമ്മ അവര് വന്നിരുന്നു അവിടെ. അമ്പിളിക്കുട്ടമ്മ ആണോ? എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അമ്മ പറയട്ടെ, അമ്പിളിക്കുട്ടമ്മാവനെ കണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നല്ലെങ്കിൽ തക്കിളി മോനെ അവര് മാറുന്ന സ്കൂളിലോട്ട് മാറ്റാം. എന്നാ പിന്നെ നമുക്ക് അമ്പിളിക്കുട്ട മാമനോട് പറഞ്ഞിട്ട് അവരെ TC കൊടുക്കേണ്ട മാമ, എനിക്ക് അവരവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അമ്മ സമ്മതിപ്പിക്കും. അതിന് കരയണ്ട, അതിന് കരയണ്ട. നീ കരയാതെ പോയി ഡ്രസ്സ് മാറി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ല്. ആ ചെയ്തു തരാം, അമ്മ ചെയ്തു തരാം. ചെല്ല്. അമ്മ പറഞ്ഞ ഇപ്പൊ ഉടനെ എല്ലാം നടക്കുമല്ല. ഉടുപ്പ് മാറ്റിയിടണേ. അവിടെ അമ്മ രാവിലെ മാറിയിട്ട ഉടുപ്പുണ്ട്, അതെടുത്തിട്ടോ. കുളി കഴിഞ്ഞിട്ട് മാറാം. ഇവനൊക്കെ എന്തുമാത്രം കൊള്ളരുതായിക്കാണ് ഉള്ളിൽ വെച്ചോണ്ട് നടക്കണം. നേതാവാണെന്ന് പറഞ്ഞ് തെളിഞ്ഞ ആൾക്കാരുടെ മുമ്പ് എങ്ങനെ ഷൈൻ ചെയ്യും? കാണിക്കണം കണ്ടില്ലേ എമാരത്തെ തെമ്മാടി തരവും. അമ്പിളിക്കുട്ടൻ ചേട്ടൻ എല്ലായിടത്തെ പ്രശ്നം. അമ്പിളിക്കുട്ടൻ ചേട്ടൻ അവിടുത്തെ പ്രശ്നമല്ലാന്ന് പറയാനേ. അവൻ ആ സ്കൂളിന്റെ ആ ഇതിലുണ്ടല്ലോ, അവന്റെ ഭാര്യയുടെ മാമന്റെ ആരവാണ് അതിന്റെ ആള്. ഇവനും ഉണ്ട് അതിന്റെ ബോർഡിലൊക്കെ. ആ കാണാം. ഇങ്ങനെയൊക്കെ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ? ഇത് സർക്കാർ സ്കൂളിൽ നടക്കൂല ഈ പരിപാടി. അതങ്ങ് വീട്ടിൽ വെച്ചേക്കാനേ പറ്റൂ. ഇത് ഇവന്മാര് പിള്ളേരെ ഉള്ള കാശെല്ലാം മേടിച്ചിട്ട് ഇത് ജയിക്കില്ല എന്ന് കാണുന്ന പിള്ളേരെ തോപ്പിക്കും. എന്തൊരു ദ്രോഹ ചെയ്യണേ കുഞ്ഞു പിള്ളേരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഈ ചെക്കനല്ലേടി മറ്റേ സ്പോർട്സിനൊക്കെ എന്തോ നല്ല ഇത് കിട്ടിയ ചെക്കൻ. അതിന് ജില്ലയിലോ സബ് ജില്ലയിലോ ഒക്കെ പോയിട്ട് മെഡലൊക്കെ കിട്ടിയേക്കണ കൊച്ചാ. അപ്പൊ ആ കഴിവുള്ള ഒരു കുട്ടിയല്ലേ, പഠിത്തത്തിൽ ഇച്ചിരി കഴിവ്. ഇവരുടെ പാരന്റ്സ് വന്ന് ചോദിച്ചൊന്നുമില്ലാവോ? ചോദിച്ചാൽ എന്താ അവരോട് പറയാൻ പറ്റില്ല. ഒന്നീ പറയും, ഒന്നുകൂടെ 9ൽ ഇരിക്കാൻ പറയും. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. സമ്മതിച്ചു കൊടുക്കരുതല്ല. ഇതെന്ത് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ പാർട്ടി ഒന്ന് തീരുമാനിക്കട്ടെ. നമ്മളൊക്കെ വിചാരിച്ച എന്ത് നടക്കാൻ? അവരൊക്കെ വലിയ കാശുള്ള സ്കൂളല്ലേ. നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂല, പക്ഷെ ഞാനും എൻ്റെ പാർട്ടിയും വിചാരിച്ചാലേ ചിലതൊക്കെ ഇവിടെ നടക്കും. അതെ, ഇത് ഒരു കാര്യം ചെയ്യാം. അവനോട് തന്നെ ആദ്യം ഒന്ന് ചോദിച്ചു. എന്തിനാ അമ്പിളിക്കുട്ടൻ ചേട്ടനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അവിടെ എവിടെ പോവാ? ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു വന്നേ ഉള്ളൂ. അവിടെ പക്ഷെ അതെ, എന്നെ പോലൊരു പ്രമുഖന് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ കേട്ടാ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്റെ രക്തത്തില കയറി കഴിഞ്ഞു. സ്കൂളിൽ ചെന്നല്ലേ ചോദിക്കേണ്ടത്? സ്കൂളിന്റെ ആളല്ലേ അവനോടല്ലേ പറഞ്ഞത്? അവിടെ അമ്പിളിക്കുട്ടൻ ചേട്ടനെ കണ്ടുന്നത് സത്യമായിരിക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇതിന്റെ കാര്യത്തിൽ തന്നെയാണ് പോയത്. ഇത് അവനും കൂടെയൊക്കെ ചേർന്നുള്ള തീരുമാനം തന്നെയാണ്. ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. അവൻ ഇങ്ങനെ ഒരു കൊള്ളരുതായിക്ക് കൂട്ടു നിൽക്കണം, അത് ശരിയല്ല. തമ്മിത്തല്ലല്ലോ, ഇത് ചോദിക്കണം. വേണ്ട, അത് ഇവിടെ നിന്ന് കാര്യങ്ങൾ തിരക്കി പോകണം, എന്നാലേ ശരിയാവുള്ളൂ. നമ്മളിവിടെ അറിയടാ. സമാധാനമുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവനോട് പറയാനുള്ള പ്രശ്നം ഞാൻ അവനോട് പറഞ്ഞോളാം. എന്റെ ഭർത്താവ് അമ്പിളിച്ചേട്ടനെ കാണെങ്കിൽ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ മതി, അവിടെ വെച്ച് കാണാം. അയ്യോ, ഇത് പഞ്ചായത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ്. സാറേ, എന്താ വീണ്ടും എന്റെ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നീ അറിയാത്ത പ്രശ്നമല്ല, നീ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിച്ചൊരു പ്രശ്നമാണ്. എന്താണ്? നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? എടാ, കുറെ പിള്ളേരവിടെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വന്നവരെ നീയൊക്കെ ഇവിടെ ചേർന്ന് TC കൊടുത്ത് വിടാൻ പോണില്ലേ? അറിഞ്ഞോ? പ്രശ്നം അറിഞ്ഞല്ലോ. അത് എന്ത് അർത്ഥത്തിലാണ്? നീ പൊതുജനങ്ങളെ സേവിക്കാണെന്ന് പറഞ്ഞ് എങ്ങനെ മെമ്പറായിട്ട് നെളിഞ്ഞ് നടന്നു, എന്നിട്ട് ഇമാതിരി കൊള്ളരുതായിട്ട് ആരും അറിയില്ലെന്ന് വിചാരിച്ചോടാ? അതൊക്കെ സ്കൂളിന്റെ ഓരോ പ്രോട്ടോകോൾസ് അല്ലേ? സ്കൂളിന്റെ പ്രോട്ടോകോൾസ് അന്ന് പറഞ്ഞ് നീ ഞങ്ങളെ ഇതാക്കലേ വെച്ചേ? പ്രോട്ടോകോൾസ് അതെ, പൈസ കൊടുക്കണ രക്ഷകർത്താക്കൾക്ക് അതിന്റെ ദണ്ണമുണ്ട്. മാസം എണ്ണി വാങ്ങണുണ്ടല്ലോ. ഒരു മാസം മുടങ്ങി അപ്പൊ കൊച്ചിനെ ഒന്ന് ക്ലാസ്സിന് വെളിയിലാക്കും, അല്ലെങ്കിൽ കത്ത് കൊടുത്തു വിടും, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം.
അപ്പോൾ അതിലൊന്നും ഒരു നാണക്കേടില്ല. പഠിച്ച് 9ാം ക്ലാസ് വരെ എത്തുമ്പോൾ അവർ ജയിക്കില്ലെന്ന് കേട്ടോ ഉടനെ തോപ്പിക്കുകയാണ്. എന്താ അമ്പിളിക്കുട്ടൻ ചേട്ടാ അത്? തങ്കം നിനക്കറിയില്ല, ഒരു കാര്യം അറിയില്ല, നീ മര്യാദ നിനക്കറിയാലോ, നീ പറ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. നീ പറ. എടാ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്താണ് നിന്റെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. ഞാനും എന്റെ പാർട്ടിയും ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ആ സ്കൂൾ വേണമെങ്കിൽ കത്തിക്കും. കത്തിക്കും, വില മെഴുകിയൊരു വലിയ കത്തിക്കുമായിരിക്കും. കാണിച്ചു തരാടാ, കാണിച്ചു തരാം. ആ സ്കൂളിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുന്ന ക്ലീറ്റസ് കാണിച്ചു തരും കേട്ടാ. കാണിക്കണം. നിനക്ക് ആ സ്കൂളിന്റെ പരിസരത്ത് പോലും പോകാൻ പറ്റൂല, പിന്നെ നീ എന്തോന്ന് കാണിക്കുന്നതാണ്? നീ എന്താണ് വിചാരിച്ചത്? ഞാൻ എന്റെ കേന്ദ്രത്തിലുള്ള ടീമുകളെ കൂടെ അറിയിച്ചാണ്ടല്ലോ, എല്ലാരും കൂടെ അങ്ങ് പാഞ്ഞു വരും. വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ സ്കൂളുണ്ടല്ലോ അവിടെ പൊളിച്ചു വരെ മാറ്റിക്കളയും. എടാ നീ പൊളിച്ചൊന്നും മാറ്റണ്ട. ഇപ്പൊ എന്തൊക്കെ നീ പറഞ്ഞില്ലേ കാര്യങ്ങള്, അതിനെതിരായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ചെയ്ത് കാണിക്കും. ഇവിടെ സംസാരിക്കാതെ ക്ലീറ്റസ് കാണിച്ചു തരും. കാണിക്കണം. എപ്പോഴും പറയും പോലെ അല്ല അമ്പിളി കേട്ടാ, ഇത് കാണിച്ചു തരും. ആവരുത്, എപ്പോഴും പറയും പോലെ ആവരുത്. ഒരിക്കലെങ്കിലും ജയിച്ച് കാണരുടേ എന്റെ മുമ്പേ. അതെ, ക്ലീറ്റസ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു കേട്ടാ. ഇനി നടക്കില്ല എന്നൊരു വാക്ക് ക്ലീറ്റസിന്റെ നിഘണ്ടുവിലില്ല കേട്ടാ. ഉറപ്പാണ്. എടാ ഇത് നടത്തി കാണിച്ചു തന്ന സത്യം നിനക്ക് 1 പവന്റെ ഒരു മോതിരം ഞാൻ വാങ്ങിച്ചു തരൂടാ എന്റെ പൈസക്ക്. എടുത്തു കേട്ടാ. മോതിരം നീ റെഡിയാക്കി വെച്ചോ. അഥവാ നടന്നില്ലെങ്കിലോ? നടന്നില്ല അല്ല, ഇത് നടത്തിയിട്ടേ ക്ലീറ്റസിന് ഇനി ഉറക്കമുള്ളൂ. കേട്ടോ, ചെയ്ത് കാണുക. ഞാൻ കാണിച്ചു തരും. പിന്നെ ആ സ്കൂളുണ്ടല്ലോ, സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്ത് കാണിച്ചു. ആണായിട്ട് അംഗീകരിക്കണം നിന്നെ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ ക്ലീറ്റോന്റെ കൂടെ എല്ലാവരും നിൽക്കുള്ളൂ. ഇത് നിങ്ങൾ കാണിച്ച ഭയങ്കര മോശമാണ്. അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ പറയുന്നത് കേള്. അതല്ല, അങ്ങനെയല്ല അമ്പിളിക്കുട്ടൻ ചേട്ടാ. ഞങ്ങളൊരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട്. അവളെ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ പഠിപ്പിക്കണേന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു തങ്കം, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതല്ലേ കാണുന്നത്. അതല്ലേ ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞു, നിനക്ക് കാര്യം അറിയില്ല എന്ന് പറഞ്ഞത്. ഈ ബോർഡ് മെമ്പർ, ഞാൻ ഒരു ബോർഡ് മെമ്പറൊന്നും അല്ല. ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ കൂടെ അവർ വിളിക്കുന്നതേ ഉള്ളൂ. അവർ എടുക്കുന്ന തീരുമാനമാണിത്. എനിക്കതിലൊന്നും പ്രത്യക്ഷമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? എടി, ഒന്നാമത് ഇത് വകയിലെ ഉള്ള ഒരു മാമൻ്റെ സ്കൂള്. അത് പിന്നെ ഞാൻ അധികമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയൊരു കുടുംബ വഴക്കിലേക്ക് മാറും. പക്ഷെ ഇതിനൊക്കെ ഇപ്പം പറ്റിയ ഒരാൾ ക്ലീറ്റസ് ആണ്. ക്ലീറ്റ വിചാരിച്ച് എന്ത് നടക്കുന്ന ഈ പറയണ എൻ്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ? നടക്കും, അവനെ കൊണ്ടേ ഇപ്പം നടക്കുള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ എന്നോടുള്ള വാശിക്ക് ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ അടങ്ങുള്ളൂ. അപ്പം നീ എന്താണെന്ന് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എരികേറ്റില്ലേ, ഇതുപോലെ നീയും അവൻ്റെ അടുത്ത് പറയുക. ഒന്നും നടക്കില്ല, ചേട്ടനെ കൊണ്ട് അല്ല ക്ലീറ്റോ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ക്ലീറ്റോക്ക് ഒരു ഇത് വരും. അപ്പം നമ്മളെ രണ്ടുപേരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ ഇതിലിടപെട്ട് വിജയിക്കും. അതാണ് ഞാനോടത്തെ അമ്പിളിക്കുട്ടൻ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും വിചാരിച്ചില്ല. അല്ലാതെ വേറെ എന്നെ കൊണ്ട് വേറെ ഒരു വഴി ഇല്ല. അത് കുഴപ്പമില്ല. ശരി. ഡാഡിയുടെ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഡാഡി കാണിച്ചു പറയുന്നല്ല മോളെ. അതിനെതിരെ വേണ്ട നടപടി എടുപ്പിക്കാനുള്ള കാര്യം ഡാഡി ചെയ്യും. അതെ, ഫീസ് വാങ്ങാൻ യുവമാർക്ക് എന്താ ഉത്സാഹം. രക്ഷാർത്ഥാക്കൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി ഫീസ് അടക്കണമെന്ന് യുവമാർക്ക് അറിയണ്ടല്ലോ. അങ്ങ് തോപ്പിക്കുക, അല്ലെങ്കിൽ ടി സി എടുത്ത് വിടുക. അവര് മാത്രമല്ല ആരും ആ സ്കൂളിൽ എങ്ങും പോകില്ല. കുറച്ച് കൂട്ടി പറഞ്ഞോട്ടാ. അതൊക്കെ ഡാഡിക്ക് അറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. ഇല്ല, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവാണ്. എന്റെ അഭിപ്രായത്തിൽ ക്ലീറ്റോ പോകണ്ടെന്ന് കേട്ടോ. അല്ല, ക്ലീറ്റോ വിചാരിച്ചാൽ നടക്കില്ല. ക്ലീറ്റോ നീ ഞാനും എന്റെ പാർട്ടി എന്ത് ചെയ്യാൻ പറ്റുമോ കാണിച്ചു തരാം. ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്കാർ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും, ഞാൻ നടക്കുന്ന കാര്യം പറയാം. ക്ലീറ്റോ അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത് എന്നിട്ട് അനുനയിപ്പിച്ച് അമ്പിളിക്കുട്ടൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അമ്പിളിക്കുട്ടൻ ചേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തത്. കുറെ പിള്ളേരെ വെളിയിലൊക്കെ അതിന്റെ കൂട്ട് നിന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. നിരുത്സാഹപ്പെടുത്തല്ലേ? അയ്യോ, നിന്റെ അമ്മക്ക് അങ്ങനെ പിന്തിരിപ്പിയല്ലേ ഒരു പിന്തിരിപ്പി. ഇങ്ങനെ ഒരു ഇതുവരെ ക്ലീറ്റോ വിചാരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇത് നടക്കില്ല ആണല്ലോ. പക്ഷെ ക്ലീറ്റോയും ക്ലീറ്റോയുടെ പാർട്ടിയും ഇന്നേ വരെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി എന്തും സംഭവിക്കാം. ഇതും കൂടി നടന്നില്ലെങ്കിൽ ഇനി വെല്ലുവിളിക്കാൻ വേറെ അവസരങ്ങളില്ല, പുതിയത് ഉണ്ടാക്കണം. ഇത് നടക്കും, ഇത് ഞാൻ നടത്തി കാണിച്ചിരിക്കും. ഇനി അഥവാ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ക്ലീറ്റോയുടെ തലയൊക്കെ മുട്ടയടിക്കും. പ്രശ്നം തീരുമല്ലോ. തന്നെ എപ്പോഴും പറയണത്. നടക്കും മക്കളെ, പ്രാർത്ഥിക്ക്. നീ വേണ്ട, അയ്യോ നീ ദൈവത്തെ പ്രാർത്ഥിക്കളല്ലോ. എന്റെ പൊന്നുമോള് പ്രാർത്ഥിച്ചോ കേട്ടാ. അവള് കളിക്കുന്നു. ക്ലീറ്റസിനെ പറ്റിയേ നിനക്ക് ഒന്നും അറിയില്ല. ഭാര്യയാണെന്ന് പറഞ്ഞു കൂടെ വേസ്റ്റ്. ആവശ്യമില്ലാത്ത പറയണ. അപ്പൊ നോക്കിക്കോ, ഈ കാര്യം നടക്കും. നീ നോക്കിക്കോ. അപ്പൊ അമ്മ ചുമ്മാ പിന്നെ
സന്തോഷമായാന്നാ? എനിക്കറിയാം ഇങ്ങനെ വരുവോളെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതാ, ആര് കേൾക്കാൻ? അല്ലെങ്കിൽ തന്നെ എത്ര പിള്ളേരെ ഭാവി പോണ കാര്യമോ ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ വളരെ സന്തോഷമായി. എനിക്കറിയാം, ഞാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സപ്പോർട്ടർ ഉണ്ടായിരുന്നു. ശരി 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 എന്നാ, ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. തങ്കം തങ്കം എന്തോ ഡേ ഇത് റെഡിയായി ചേട്ടാ. നമ്മളെ സ്കൂളിലെ പ്രശ്നം എല്ലാം സോൾവ് ആയി. എവിടെ ഇനി 9ാം ക്ലാസ്സിൽ ആരും ടീച്ചർ കൊടുത്ത് പറഞ്ഞ പരിപാടി ആ സ്കൂളിൽ മാത്രമല്ല ചേട്ടാ, ആ സ്കൂളിൽ മാത്രം, ഒരു സ്കൂളിലും. എടി നിന്റെ ചേച്ചീനെയും ചേട്ടനെയും നീ പറഞ്ഞു വിടൂല. എന്താ ചേച്ചിയുടെ പേരെന്താ? ഭയങ്കര വിഷമായിരുന്നു അവര് പറഞ്ഞു വിടുമെന്ന്. എല്ലാവർക്കും കൊച്ചു കൊച്ചു പിള്ളേരില്ലേ? നന്നായി ക്ലീറ്റോ മറ്റേ സമരമൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായി. അറിഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു. ആരെ വിളിച്ചപ്പോ? എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാ ഇപ്പൊ. പുള്ളിയോടെ ഉണ്ടായിരുന്നു, ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവനെ കൊണ്ടേ പറ്റുള്ളൂ. എന്താണെന്നറിയാമോ, ഞാനായിട്ട് ഇനി അവന് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ഒന്നും ചെയ്യില്ല. നമ്മുടെ പ്ലാൻ സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ട്. അല്ല, രാഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അയ്യോ ക്ലീറ്റോ വരുന്നുണ്ട്. അയ്യോ ഒന്നുമില്ല, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ഏയ്, നിങ്ങൾ സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തോ? ഇന്ന് വൈകിട്ട് ആയിക്കോട്ടെ. ഇന്ന് വൈകിട്ട് കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണ്. പാറക്കോറിക്കെതിരെയോ? പിന്നെന്താ, ഞാൻ എൻ്റെ ലക്ഷ്യം ഇനി വലിയ വലിയ കുത്തകകളുണ്ടല്ലോ അവർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാ. ശരി ശരി, വൈകുന്നേരം കാണാം. സ്വീകരണത്തിന് നിങ്ങൾ അറേഞ്ച് ചെയ്തോ? ഞാൻ എത്തിക്കോളാം സ്വീകരണത്തിന്. അതെ, സ്കൂളുകാരുടെ എൻ്റെ മുമ്പിൽ മുട്ട മടക്കി. അയ്യോ, ആ വാക്കൊന്നുണ്ടെന്ന് പറഞ്ഞ് മെമ്പർ അമ്പളിക്കുട്ടാ, ഞാൻ ഈ വിരൽ മുറിച്ച് തരണോ മോതിരയുടെ? എന്റെ അളവുണ്ടാ, കൊച്ചിലെ മുതലേ ഉള്ള അളവ് എന്റെ മറന്നില്ലല്ലോ. ഇല്ല, മറക്കാൻ പറ്റില്ലല്ലോ. അത് നന്നായി. നീ എന്തുവാടാ പറഞ്ഞേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? ക്ലീറ്റസ് മനസ്സ് വെച്ചാണ്ടല്ലോ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും കേട്ടോ. അതാണ് ക്ലീറ്റസ്. നിന്നെ സമ്മതിക്കുന്നത്. സമ്മതിക്കണം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, ഇനി ഇതുപോലെ കുറെ തറകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ തറകളെയും കൂടെ തറ പറ്റിച്ചാലേ അമ്പിളിക്കുട്ടാ എനിക്ക് സമാധാനമുള്ളൂ. എന്തായി അവിടെ? ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നോ? എന്റെ തങ്കം, നീ വന്ന് കാണേണ്ടതായിരുന്നു. എന്റെ പ്രസംഗം തുടങ്ങിയതും പത്രക്കാരും ചാനലുകാരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന് വന്നു എനിക്ക്. പിന്നെ ഫോട്ടോ എടുപ്പ് ഒരുപാട് പത്രത്തിലൊക്കെ വരുന്ന ആളത്. പിന്നെ ചാനലിൽ വരുമെന്നോ? ഡാഡിയുടെ ഈ വിഷയം വെച്ച് ചർച്ച തന്നെ നടക്കണുണ്ട്, ലൈവ്. നീ ഉണ്ടല്ലോ, ഇതുപോലത്തെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് ചെയ്യിപ്പിക്കും. അത് എങ്ങനെ ചെയ്യിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ നീ അങ്ങനെ സംസാരിക്കണേ? അതെ അമ്പിളിക്കുട്ടാ, നീ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുട്ടിലെഴയണേ ഉള്ളൂ. ഞാൻ വർഷങ്ങളായി ഇപ്പൊ വളർന്ന് പന്തലിച്ചൊരു പടി വൃക്ഷമായിട്ട് നിൽക്കുകയാണ്. എന്നെ നീ പഠിപ്പിക്കണ്ട കേട്ടോ. പിന്നെ നീ ഇപ്പൊ കണ്ടതൊക്കെ ഉണ്ടല്ലോ, വെറും കൊച്ചു പുഴയോളമുള്ള സംഭവങ്ങളാണ്. ഇനി കടലോളം ഉള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിലുള്ള തിര വരുമ്പോ ഉണ്ടല്ലോ, നീയൊക്കെ അതിൽ പെട്ടുപോകും, നോക്കിക്കോളണം കേട്ടോ. പിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അളിയാ കേട്ടോ, ഞാൻ ആ തിരയിൽ പെടാതെ നിന്നോളാം. ഈ പടുവർഷം എന്ന് പറയാതെ വളർന്ന് വരുന്നേ ഉള്ളൂ. പടുവർഷം ആവട്ടെ, നീ പടുവർഷം ആവണം. ആ ഈ 10 പേർക്ക് തണലാവണം. അത് തന്നെയാണ് എന്റെ ആവശ്യം. അല്ലാതെ ഇങ്ങനെ കിടന്നാ പോരാ. നിന്റെ അറിവില്ലായ്മയാണ് തങ്കം. എന്റെ പ്രസംഗം അങ്ങോട്ട് കേട്ടതുകൊണ്ടല്ലോ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തില്ലേ? അവർക്കെതിരെ ഇനി ഒരുപാട് നടപടികളുണ്ടാവും ആ സ്കൂളിനെതിരെ കേട്ടാ. അമ്മാവന്റെ സ്കൂളുണ്ടല്ലോ പൊട്ടും മിക്കവാറും. ശരി, തങ്കത്തിന് സന്തോഷമായില്ലേ? എടി പിന്തിരിപ്പി മൂരാച്ചി, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ വിചാരിച്ച വല്ല നടക്കുവോ? അപ്പൊ നടന്നത് കണ്ടോടി നടന്നത്. അതെ, ക്ലീറ്റോയെ പോലൊരു പ്രമുഖനെ ഇനിയെങ്കിലും ഒന്ന് അംഗീകരിച്ചൂടെ? അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ അതിനല്ലെങ്കിലും ക്ലീറ്റോനെ അംഗീകരിക്കാതെ ഇരുന്നിട്ടില്ല. ക്ലീറ്റോ മനസ്സ് വെക്കാത്തോണ്ടാണ്. മനസ്സ് വെച്ചാൽ ഇതല്ല ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്ക് എന്നേ പരിഹാരം കണ്ടെന്ന് അറിയാമോ? അമ്പിളിക്കുട്ടൻ്റെ പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അവരെ അവിടെ എവിടെയെങ്കിലും ഒളിച്ചൊന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ടാവും. സെക്രട്ടേറിയറ്റിന്റെ വടിക്കൽ എന്നിട്ട് എന്റെ ഒരു ഒറ്റ തീപ്പരി പ്രസംഗം അപ്പൊ വന്ന് കൂടി പത്രക്കാരും ചാനലുകാരും ഒക്കെ. അതിലങ്ങോട്ട് കൂടി. പിന്നെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ വേറൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു ഭീഷണി. സംഗതി മണ്ണെണ്ണയൊന്നുമല്ല, അത് വെളിയിൽ പറയണ്ട, ഇച്ചിരി പെയിന്റ് കളർ കലക്കിയതാ. പക്ഷെ അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ എനിക്ക് ഇന്നിപ്പോൾ ഊതി തരണം. സ്കൂളുകാർ അവിടെ ഉടനെ തന്നെ വിവരം അറിയിച്ച്
ഇല്ല അവരതിൽ നിന്ന് പിന്തിരിഞ്ഞോളാം, ഒരു പ്രശ്നവുമില്ല, ഒരു പിള്ളേരെ ആ സ്കൂളിൽ നിന്ന് മാറ്റില്ല. അങ്ങനെ സമരം വിജയിച്ചു. ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ചില കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ രീതിക്ക് ചെയ്താൽ എല്ലാം നടക്കും. ആ പിള്ളേരുടെ അച്ഛനും അമ്മയില്ല, അവരുടെ മുമ്പിൽ ഇപ്പോൾ ക്ലീറ്റോനെ നമസ്കാരം, ഞാൻ സന്തോഷ്. അമൃത ചാനലിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ ആത്മവീര്യം കെടുത്തുന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വാർത്തകൾ വിശദമായി. CBSE സിലബസുള്ള സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ 100% വിജയത്തിന് വേണ്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ നിർബന്ധപൂർവ്വം TC നൽകി വിടുന്നു. ഇതിൽ മനംനൊന്ത് കോട്ടയത്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തി. ഈ വിഷയത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കോടതി സ്വമേധയാ കേസെടുത്തു എന്ന് പറഞ്ഞ ക്ലീറ്റോ അല്ലേ? അയ്യോ എന്റെ തങ്കം, ഇപ്പൊ ഇതിനെതിരെ ഞാൻ സ്വമേധയാണല്ലോ പോയി മുന്നോട്ടിറങ്ങി പ്രതിഷേധിച്ചത്. അപ്പോ ഞാനിങ്ങനെ സ്വമേധയാ ഇത് ചെയ്തത് അറിഞ്ഞ് കോടതി സ്വമേധയാ കേസെടുത്തു. അതാണ് എന്റെ സംഭവം. പിന്നെ പിന്നല്ല ഞാനല്ല അത്. പിന്നെ ക്ലീറ്റോന്റെ പേര് പറഞ്ഞാൽ നീ ക്ലീറ്റോ അല്ലേന്ന് വിചാരിച്ചു. Alien versus Alien.